ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പൊങ്കൽ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. ഞാനിതിന് മുൻപ് മധുരമുള്ള പൊങ്കൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എരിവുള്ള പൊങ്കലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അധികം എരിവൊന്നും ഇല്ല കേട്ടോ. ഈ പൊങ്കലിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേറെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. പച്ചരി 1 കപ്പ്, ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, കുരുമുളക് 1 ടീസ്പൂൺ, ഇഞ്ചി കൊത്തിയരിഞ്ഞത് 1 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരൽപ്പം, നെയ്യ് 2 ടേബിൾ സ്പൂൺ, കശുവണ്ടി പരിപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് ചൂടാക്കിയെടുക്കണം. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത്. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പും അരിയും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാൻ പരിപ്പും അരിയും ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ടംബ്ലറിനാണ് അരിയും പരിപ്പും അളന്നെടുത്തിരുന്നത്. ഈ ടംബ്ലറിന് തന്നെ 5 ടംബ്ലർ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊങ്കൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് നമുക്ക് ഏറെ വെള്ളം വെച്ച് വേണം ഇത് വേവിക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇടുമ്പോൾ തന്നെ സ്റ്റൗവിലുള്ള തീയും വളരെ കുറച്ചിടണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ മൂടിയുടെ മുകൾ ഭാഗം എല്ലാം അത് തിളച്ച് പോകും. ഇത് നമുക്ക് 15 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ പൊങ്കൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതും നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്ത നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജീരകം മൂത്ത് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊങ്കലിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ഡിഷാണ്. പരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.